ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കിഴിയാണ്. മുട്ടക്കിഴിക്ക് വേണ്ടിയിട്ട് കിഴി ഉണ്ടാക്കേണ്ട ഡോ നമുക്ക് ആദ്യം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഐസ് വാട്ടറാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ടൈറ്റായിട്ട് നമുക്ക് ഈ മാവിനെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി 3 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 സവാള നീളത്തിലരിഞ്ഞതും 4 പച്ചമുളക് ക്രഷ് ചെയ്തതും 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മല്ലിയില, 1 ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വറുത്തു പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ഒരു മസാലയിൽ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കും. ഈ പെരിഞ്ജീരകം നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയോടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട 2ആയിട്ട് മുറിച്ചത് വെച്ചു കൊടുക്കാം. മഞ്ഞക്കരു ഇതിൽ നിന്ന് വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. മസാല പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ശേഷമാണ് ഇനി നമ്മളിത് ഫില്ല് ചെയ്യുന്നത്. ഇതിവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ച ശേഷം അതിലേക്ക് ഓരോ ബോൾസും വെച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് മാവ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം.
ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് പകുതി മുട്ടയും മസാലയും കൂടി വെച്ചു കൊടുക്കാം. ഇനി ഇത് കിഴി പോലെ ചുറ്റിച്ചെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കിഴി കെട്ടി എടുക്കണം. ഇതിൻ്റെ ഈ ഭാഗം നല്ലതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴേക്ക് ഈ മസാല പുറത്തേക്ക് വരും. നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ മാവും നമ്മൾ ഇതുപോലെ തന്നെ പരത്തി മുട്ട ഉള്ളിൽ വെച്ചിട്ട് മസാലയും വെച്ച് ഇതുപോലെ കിഴി കെട്ടിയെടുക്കും. കിഴിയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്ക് ഓരോ കിഴി ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് പതുക്കെ ഒന്ന് മറച്ചു വെച്ച് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്ക് ഈ കിഴി ഇതിൽ നിന്ന് മാറ്റാം. ഒരു കിഴി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന കിഴിയും ഇതുപോലെ ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടക്കിഴി ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.